ഞാനും അച്ഛൻ കൂടെ എയർ ഫ്രയറിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. എയർ ഫ്രയറിൽ ഗ്രിൽ ചിക്കൻ നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസിയാണെന്ന്, പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ ടെമ്പറേച്ചർ ഒന്നും സെറ്റ് ചെയ്തില്ലെങ്കിൽ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊരു നല്ലൊരു പേസ്റ്റ് പോലെ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ എടുക്കണം. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ അതിൽ കട്ടിങ്സ് കൊടുക്കുക. കാരണം അത് മസാല നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് നമ്മൾ പുരട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം അതിനെ മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റിങ്ങിന് വെക്കണം. അപ്പോൾ അറൗണ്ട് ഒരു 30 മിനിറ്റ്സ് നമ്മൾ മാരിനേഷന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. നമ്മളൊരു 30 മിനിറ്റ്സാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എയർ ഫ്രയറിലേക്ക് കയറ്റണം. ഇതിന് മുൻപ് ഒരു 5 മിനിറ്റ്സ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് എയർ ഫ്രയറിന് സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എഗെയിൻ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് മണിയടിക്കുമ്പോൾ നമ്മൾ തുറന്നിട്ട് തിരിച്ചിടുക. എന്നിട്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഡയലോഗ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ കൈ കണ്ടാൽ മനസ്സിലാവും. അച്ചുവാണ് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, അച്ചു ഉണ്ടാക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്. അങ്ങനെ നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡിയായി. നമ്മൾ പരിപ്പും കുമ്പളങ്ങയും വെച്ചുള്ളൊരു കറിയായിരുന്നു, അതിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനായിരുന്നു.